പാലക്കാട് കൊഴിഞ്ഞാമ്പറയിൽ ഷാപ്പ് ജീവനക്കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള ആദ്യ വാർത്തയോടെ ഇന്നത്തെ പ്രൈം ടൈം തുടങ്ങുകയാണ്. മുണ്ടൂർ പന്നമല സ്വദേശി എൻ രമേശാണ് മരിച്ചത്. പ്രതി ചള്ളപ്പാത സ്വദേശി എം ഷാഹുൽ മീരാനാണ്. അയാൾ പിടിയിലായിട്ടുണ്ട്. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ടെലിഫോൺ വിളിച്ചിരുന്നു. ഷംന, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊഴിഞ്ഞാമ്പാറയിലെ വിദേശ മദ്യ വിൽപ്പനശാലയ്ക്ക് സമീപത്തുള്ള കള്ളുഷാപ്പിൽ വെച്ച് ആണ് മർദ്ദനം ഉണ്ടാകുന്നത്. ഇവിടെ കള്ളുഷാപ്പിലെ താൽക്കാലിക തൊഴിലാളിയാണ് രമേഷും ഷാഹുൽ ഹമീദും. ഈ ഷാഹുൽ ഹമീദ് ഷാപ്പിലെത്തി മദ്യപിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഇത് രമേഷ് തടഞ്ഞതാണ് ഈ ആക്രമണത്തിന് തുടക്കമാകുന്നത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അത് കഴിഞ്ഞ് ഈ ഷാപ്പ് പൂട്ടി ഷാഹുൽ ഹമീദ് അവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു. രാത്രി 8:30 കൂടി ഈ കള്ളുഷാപ്പിൽ പൂട്ട് പുറത്തിറങ്ങിയ രമേഷിനെ പിന്തുടർന്നെത്തിയാണ് ഷാഹുൽ മീരാൻ റോഡരികിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. എന്തായാലും ഈ ശരീരത്തിൽ മുറിവേറ്റതിന് പിന്നാലെ നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും പ്രതി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്നും ടെലിഫോണിൽ ചേർന്നത്. നിർഭാഗ്യകരമായ പാതകങ്ങളൊക്കെ നടക്കുന്ന ഒരു മണ്ണായി കേരളം മാറുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. ക്ഷിപ്രകോപിയായി മാറുന്ന മലയാളി പെട്ടെന്ന് പ്രകോപിതനായി കത്തിയെടുത്ത ഒരാളെ കുത്തും അല്ലെങ്കിൽ വെടിവയ്ക്കും. ഈ രീതിയിൽ മലയാളി സമൂഹം മാറുന്നത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. അക്രമത്തിൻ്റെ പാതയിൽ മയക്കുമരുന്നൊക്കെ ഉണ്ടായിരിക്കാം പല രീതിയിലും. അതിൻ്റെയൊക്കെ പാതയിൽ ആളുകൾ സഞ്ചരിക്കുന്നു. ഈ സഞ്ചാരത്തിൽ മനുഷ്യജീവന് വിലയില്ലാതാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.